ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഞാൻ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, കാണിച്ചു തരാം. ധൃതി പിടിക്കുന്നു, വീഴും കേട്ടോ. ഇവിടെ തെന്നി ആകെ നാശമായി കിടക്കും കേട്ടോ. ഇവിടെ തെന്നി വീഴുമെന്ന് പറഞ്ഞ് നിങ്ങളോടല്ല, എന്നോട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീണ് ട്രൈ ചെയ്യാറുണ്ട്. കാക്ക കരയണ്ട കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എന്താണെന്നാണ് ഞാൻ ഈ മൈലാഞ്ചി ഉണ്ടോ, ഈ മൈലാഞ്ചി ഒന്ന് വെട്ടിയെടുക്കാൻ പോവുക കേട്ടോ. വെട്ടിയെടുത്ത് അരച്ച് നമ്മുടെ കയ്യിലിടാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ചെറിയ മൈലാഞ്ചി കേട്ടോ, പക്ഷെ നിറച്ച് ഇലയുണ്ട് കേട്ടോ. നിറച്ച് ഇല ഉണ്ടോ. പിന്നെ ഇത് കണ്ടോ, ഞാൻ നട്ട കപ്പളങ്ങ കേട്ടോ. നിറച്ചും കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. റെഡ് ലേഡി ആട്ടോ ഇത്. പക്ഷെ ഇതിന് എന്താണോ റെഡ് ലേഡിക്ക് പറ്റിയതെന്ന് അറിയില്ല, മുകളിലേക്ക് ആകെ നാശമായി. ലേഡിയുടെ ഭംഗിയൊക്കെ അങ്ങ് പോയി. മഴയായിട്ടാണ് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിനെന്ത് ഭംഗി വരുത്തി ലേഡീനെ നന്നാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പപ്പായ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ, അതായത് കപ്പളങ്ങ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ അതുണ്ടായതോടെ ലേഡിയുടെ ഭംഗി പോയി. പിന്നെ ഇത് കണ്ട, ഈ മൈലാഞ്ചിയിൽ നിന്നാട്ടോ ആ വലിയ മൈലാഞ്ചി ഞാൻ കാണിച്ചു തന്നില്ലേ, ആ മൈലാഞ്ചി ഉണ്ടായത്. അത് വെട്ടി ഞാൻ നട്ട്, അപ്പോൾ അത് വലിയ മൈലാഞ്ചിയായി. ഇത് ഇപ്പോൾ ഞാൻ വെട്ടി നിർത്തിയേക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്, കൂമ്പൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഞാനെൻ്റെ വേപ്പൊക്കെ വെട്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ വേപ്പൊക്കെ ഒന്ന് വെട്ടിയായിരുന്നു. അപ്പോൾ വേപ്പൊക്കെ വെട്ടി ഇതേ കണ്ട, കൂമ്പ് വരുന്നുണ്ട് കേട്ടോ. കൂമ്പ് നന്നായിട്ട് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നന്നായിട്ട് കൂമ്പ് വരുന്നുണ്ട്. ചെറിയ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ തോട്ടിറങ്ങി പോണ സ്റ്റെപ്പാട്ടോ. പക്ഷെ തെന്നി കിടക്കാണ്. നോക്കിയും കണ്ട് വേണം ഇറങ്ങാൻ. നിങ്ങളല്ല ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഞാൻ പരീക്ഷണം നടത്തുന്നതാണ്. വീണ അതുപോലെ ഈ റോസയൊക്കെ ഞാൻ വെട്ടി ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, റോസ എല്ലാം വെട്ടി. ചെറിയ പൂവാട്ടോ ഇത് കണ്ടോ, ചെറിയ പൂവുണ്ടാണ് റോസ. മഴയായപ്പോഴത്തേക്കും ഞാൻ വെട്ടി ക്ലിയറാക്കി വേറെ നട്ടു. വേറെ ഇതിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. മഴ കാരണം പൂവൊക്കെ എന്തോ വെള്ളത്തിലങ്ങ് നിൽക്കുന്നുണ്ട്. അത് ചെടിയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. എല്ലാം മഴ നനഞ്ഞ് നല്ല ഉഷാറായി. ചെടിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ. നമുക്ക് എന്ത് ഭംഗിയാണ്. ബട്ടർഫ്ലൈ ചെടിയെന്നാണ് കേട്ടോ പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ പൂമ്പി നിൽക്കുന്നുണ്ട്. ശരിക്കും ബട്ടർഫ്ലൈയുടെ ഇല പോലെ, ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പല്ലേ, അതായിരിക്കും അതിനിങ്ങനെ പേര് പറയണത്. ഇതും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നമ്മുടെ 10 മണിച്ചെടി മാറ്റി നട്ടിയത്. പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ, അതിനകത്ത് വെള്ളപ്പാടുകൾ വീണേക്കണം. അതെന്താണെന്നൊരു. പിന്നെ അകത്തിരുന്നൊരു ചെടീനെ എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. അത് ഞാൻ നല്ല കോലൊക്കെ വെച്ച് കെട്ടി നല്ല ക്ലിയറിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോങ് നോക്കുമ്പോൾ ഇങ്ങനെയാട്ടോ മണി പ്ലാന്റ്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.